നമസ്കാരം, വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ഉത്രാളിപ്പൂര വിശേഷത്തിന്റെ മഹനീയ കാഴ്ചകൾ നെഞ്ചേറ്റിയ ആസ്വാദകർ. വടക്കാഞ്ചേരി ദേശത്തിന്റെ കലാ സാംസ്കാരിക പരിപാടികൾ പൂരക്കാഴ്ചകൾക്ക് തുടക്കമായി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുമരനെല്ലൂർ ദേശമൊരുക്കുന്ന പൂരനിലാവും നാടിനെ ഉത്സവാരവത്തിന്റെ കൊടുമുടിയേറ്റുന്നു. വെള്ളിയാഴ്ച ദശപുഷ്പം സൗവർണിക ടീമുകളുടെ കൈകൊട്ടിക്കളി ശ്രദ്ധേയമായി. എങ്കക്കാട് വിഭാഗത്തിന്റെ പൂരക്കാഴ്ച ദേശാതിർത്തി മുഴുവൻ ഇളക്കിമറിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ ചാരുതയുമായി ഘോഷയാത്ര നടന്നു. തെയ്യം, തിറ തുടങ്ങിയ വിസ്മയ കാഴ്ചകളുമായി ദേശം. കൈപ്പറമ്പ് പഞ്ചായത്തിൽ ജനകീയ ഫുട്ബോൾ മേള. മാർച്ച് 1 മുതൽ 20 വരെ കാൽപന്ത് കളിയുടെ ആരവമുയരും. അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് സെവൻസ് ജനകീയ ഫുട്ബോൾ മേളയ്ക്ക് പഞ്ചായത്ത് ഗ്രൗണ്ട് വേദിയാകും. സംഘാടക സമിതി ഓഫീസ് മുണ്ടൂർ പാരീസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചികിത്സയ്ക്കായി മയക്കുവെടിവെച്ച് അതിരപ്പള്ളിയിൽ നിന്ന് പിടികൂടിയ കാട്ടാന ചരിഞ്ഞ സംഭവം തലച്ചോറിലുണ്ടായ അണുബാധയാണ് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. മുറിവേറ്റ മസ്തകത്തിലും തുമ്പിക്കൈയിലും പുഴുവരിച്ചിരുന്നു. മരണകാരണം ഹൃദയാഘാതമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ലഹരി നാടിനെ പിടിമുറുക്കിയ വലിയ വിപത്തായി മാറിയെന്ന പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ. മതബോധമില്ലാതെ വളരുന്നതിന്റെ ഭാഗമായാണ് ലഹരിക്കടിമപ്പെട്ട് പുതുതലമുറയ്ക്ക് ദിശാബോധം നഷ്ടപ്പെടുന്നതെന്നും ശിഹാബ് തങ്ങൾ. വിശുദ്ധ റമദാനിനോടനുബന്ധിച്ച മുള്ളൂർക്കരയിൽ ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടെ റിലീഫ് വിതരണവും മജ്ലിസുന്നൂർ ആത്മീയ സംഗമവും നടന്നു. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പേരാമംഗലം പോലീസ് സ്റ്റേഷന് സമീപം വാഹനാപകടം. നിയന്ത്രണം വിട്ട ഇന്നോവ കാർ പാതയോരത്തെ മതിലുകൾ ഇടിച്ചു തകർത്തു. കോഴിക്കോട് സ്വദേശിയായ കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുക മുദ്രാവാക്യവുമായി CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്ന കാൽനട പ്രചരണ ജാഥ. ഞായറാഴ്ച ജാഥയ്ക്ക് സമാപനം. അത്താണിയിൽ നടക്കുന്ന സമാപന സമ്മേളനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകളിൽ സഞ്ചരിക്കുന്നവർ വാടക നൽകേണ്ടതില്ലെന്ന സർക്കാർ നയം പുനഃപരിശോധിക്കണമെന്ന ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി. സർക്കാർ തീരുമാനം തിരുത്തണമെന്നാവശ്യപ്പെട്ട ഫെബ്രുവരി 24 മുതൽ 28 വരെ ജില്ലയിലെ ജോയിന്റ് RT ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുമെന്നും സംഘടന. പെട്രോൾ ഡീസൽ വിലകൾ GST പരിധിയിൽ കൊണ്ടുവരണമെന്നും നേതാക്കൾ. ജില്ലാ കമ്മിറ്റി യോഗം KG ബിജു ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ പടിഞ്ഞാറേ നടയ്ക്ക് സമീപം ബൈക്ക് യാത്രികനെ തെരുവ് നായ ആക്രമിച്ചു. ചാവക്കാട് സ്വദേശി ഉണ്ണിക്കാണ് പരിക്കേറ്റത്. വ്യാപാര സ്ഥാപനത്തിനരികിൽ ബൈക്ക് നിർത്തുന്നതിനിടെയാണ് നായ ആക്രമണം നടന്നത്. സാംസ്കാരിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്കുള്ള അംഗീകാരം. വടക്കാഞ്ചേരി കേരളോർമ്മ വായനശാലയും VK നാരായണ ഭട്ടതിരി സ്മാരക ട്രസ്റ്റും നൽകുന്ന ഭട്ടതിരി സ്മാരക പുരസ്കാരം കവി V മധുസൂദനൻ നായർക്ക്. പ്രശസ്തി ഫലകവും 10,001 രൂപയുടെ പുസ്തകവുമാണ് ഭട്ടതിരി പുരസ്കാരം. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവിൽ ഭാഗവത പുണ്യവുമായി ശ്രീമദ് ദേവി ഭാഗവത നവായജ്ഞം. ഫെബ്രുവരി 25 മുതൽ മാർച്ച് 6 വരെ നവായജ്ഞം. സ്വാമി നിഖിലാനന്ദ സരസ്വതി യജ്ഞാചാര്യനാകും. മാർച്ച് 7 പ്രതിഷ്ഠാദിനവും പൊങ്കാല സമർപ്പണവും നടക്കും. വിപുലമായ പരിപാടികളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി.